ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഡ്രിങ്കാണ്. ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ നോമ്പ് നോക്കിയ വയറ്റിലേക്ക് ഒന്ന് തണുപ്പിക്കാനും ഇത് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ചെറിയൊരു നോമ്പ് തുറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ എന്തൊക്കെ പ്രിപ്പറേഷൻ എന്നുള്ളതും കൂടി ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചിയാ സീഡ് ഒന്ന് കുതിർത്ത് വെക്കാമെന്ന് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. അതും ഇതാ വെള്ളത്തിലോ പാലിലോ ഒന്ന് കുതിർത്തി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്, ചെറുതായിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ സമൂസയാണ്. കീമേൻ്റെ ഒന്നും മസാലയൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു ഇത് മാത്രമാണ്. അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഇതാ ഒരു ആപ്പിളും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഗ്രീൻ ആപ്പിൾ വേണമെന്നൊന്നുമില്ല, ഏത് കളറായാലും കുഴപ്പമില്ല, പുളിയൊന്നും ഇല്ലാത്ത ആപ്പിൾ വേണം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചിരണ്ടി എടുക്കാം. നല്ല തിന്നാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ജ്യൂസി പോലെ അങ്ങനെ ആയിട്ടുണ്ടാവണം, എന്നാൽ നല്ലോണം ജ്യൂസ് ആവാനും പാടില്ല. ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കളറ് മാറിയിട്ട് വന്നത് നമ്മളിതിലേക്ക് ഷുഗറൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ഷുഗർ ചേർക്കാതെയും നമുക്ക് ഉണ്ടാക്കാം, ഷുഗർ ചേർത്തിട്ടും ഉണ്ടാക്കാം. ഷുഗർ ചേർത്താലും ആപ്പിളിൻ്റെ കളറൊന്നും മാറില്ല. അപ്പോൾ അതായത് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചിയാ സീഡ് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ്, പക്ഷേ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ്റിലേക്ക് ഒരു നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ നോമ്പിൻ്റെ ആ ഒരു സമയത്ത് കിട്ടുമ്പോൾ കുറച്ചൊക്കെ വയറ് നിറയാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തേനൊക്കെ ചേർക്കാം. തേന് വേണ്ട, ഷുഗർ തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പക്ഷേ ഹെൽത്തി ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കുടിക്കണം. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊരു പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ നോമ്പ് തുറക്കായിട്ട് ഓട്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓട്സ് ഇതുപോലെ നല്ല കട്ടിക്ക് ഉണ്ടാക്കുന്നത് ഇവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചൊന്ന് ലൂസിലാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതിലും ഞാൻ ഷുഗറൊന്നും ചേർത്തിട്ടില്ല. ഷുഗർ ചേർക്കുന്നത് കൊണ്ട് ഷുഗർ ചേർക്കാത്തത് ഉണ്ടാക്കലും. ഷുഗറൊക്കെ ചേർക്കുമ്പോൾ നമ്മളിതിൽ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ. അപ്പോൾ നല്ലൊരു ആ ഒരു മധുരം ബാലൻസ് ആവും. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നോമ്പൊക്കെ നോക്കുന്ന സമയത്ത് ഓവറായിട്ട് കഴിക്കാതെ ലൈറ്റായിട്ട് കഴിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.